വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്നും തുണി പുറത്തു വന്ന സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ആരോഗ്യവകുപ്പ്. ഡിഎംഒയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് കോൺഗ്രസ് ഉപരോധിച്ചു. വേദന ഉണ്ടായിരുന്നു ആ സമയത്ത്. വീട്ടിൽ വന്ന് 20 ദിവസം കഴിഞ്ഞപ്പോൾ വേദന ഉണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ സ്മെല്ലും എന്തോ അനുഭവപ്പെടുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് അന്ന് ആശുപത്രി പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ 2 പ്രാവശ്യം പോയപ്പോഴും അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ വെള്ളം കുടിക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ എഴുതി തന്നു. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് ദുരിതം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ യുവതി പ്രസവിച്ചത്. 23-ന് ഡിസ്ചാർജ് ചെയ്തു. കടുത്ത വേദനയെ തുടർന്ന് 2 തവണ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും സ്കാനിംഗ് നടത്തിയില്ല എന്നാണ് പരാതി. കഴിഞ്ഞ മാസം 29-ാം തീയതി തുണിയുടെ കെട്ട് പുറത്തുവന്നു. കോട്ടൺ 75-ാമത്തെ ദിവസമാണ് രാത്രി 10 മണിക്കാണ് ബാത്റൂം പോയാൽ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിയത്. അതുവരെ വീട്ടിൽ നിന്ന് അതുവരെ ഇവിടെ വയറ്റിൽ തന്നെ ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് കിട്ടിയതിന് പിറ്റേന്ന് നമ്മൾ പിന്നെ ഞായറാഴ്ച രാത്രി കിട്ടും. നമ്മൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പിന്നെ അതെന്ത് പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എന്ത് ചെയ്ത് അങ്ങനെ ഇവർക്ക് പിന്നെയും മരുന്നൊക്കെ എഴുതി കൊടുത്ത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മനുഷ്യത്വരഹിതമായ ഒരു ഇടപെടലാണ് ആരോഗ്യ വകുപ്പിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് കാഴ്ചവെച്ചത്. ഏത് രീതിയിലും സമരം വേണ്ടി വന്നാൽ പറയുന്നു, നിയമം കയ്യിലെടുത്തിട്ടാണെങ്കിലും ഇല്ല, ഒരിക്കലും അവസാനിപ്പിക്കില്ല. എഫ്ഐആറിൽ പ്രതിയാകണം. പ്രതിഷേധവുമായി BJP പ്രവർത്തകരും രംഗത്ത് വന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് യുവതിയുടെ മൊഴിയെടുത്തു. ശരീരത്തിൽ നിന്ന് ലഭിച്ച തുണി മെഡിക്കൽ കോളേജിലേതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി യുവതി. അത് ഇവിടെ തന്നെയാണ് ഒരു കൺഫേം പറയുകയും ചെയ്തു. ഇവിടുത്തെ തുണി തന്നെയാണെന്ന് അവിടുത്തെ ആൾക്കാർ തന്നെ. യുവതിയിൽ നിന്നും ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. മന്ത്രി OR കേളുവും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് മലയാളം, വയനാട്.